ജയസൂര്യൻ സർ, നമുക്കറിയാം കോഫി വിത്ത് അരുൺ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ പരിപാടിക്ക് ഏറെ പ്രേക്ഷകരുണ്ട്. സമൂഹത്തിൽ ഇന്നേറെ അത്തരം ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ കാണാറുണ്ട്, അതിനെക്കുറിച്ച് വിലയിരുത്താറും ഒക്കെയുണ്ട്. അങ്ങനെ ഒരു പരിപാടിയിൽ കഴിഞ്ഞ ദിവസം അതിഥിയായി എത്തിയത് വേടനാണ്, റാപ്പർ വേടൻ. വേടന്റെ ചില പരാമർശങ്ങളെ കുറിച്ചുള്ള 3 ചോദ്യങ്ങളാണ് ഇന്ന് ജയസൂര്യൻ സാറിനോട് എനിക്കുള്ളത്. അതിൽ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം അതേ പരിപാടിയിൽ അഭിമുഖത്തിനിടെ അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനോട് വേടൻ പറയുകയാണ്, ശ്രീരാമൻ എന്ന് പറയുന്ന വ്യക്തിയിൽ എനിക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ ശ്രീരാമന്റെ ചരിത്രത്തിൽ വിശ്വസിക്കുന്നില്ല, രാവണനോട് കാണിച്ചതാണ് നീതികേടെന്ന്. അതേസമയം അദ്ദേഹം പറയുന്നു താൻ ഒരു വിശ്വാസിയല്ലെന്ന്. എന്റെ ആദ്യത്തെ ചോദ്യം, അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു രാക്ഷസ വിശ്വാസിയാണ്? രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആ അഭിമുഖത്തിൽ നിന്ന് വിഭിന്നമായി അദ്ദേഹത്തിന്റെ പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാഠപുസ്തകത്തിൽ ഇടം പിടിക്കുന്നു. ചെറുശ്ശേരിയും വള്ളത്തോളും കുമാരനാശാനും ഒക്കെ ഇടം പിടിച്ച പാഠപുസ്തകത്തിൽ റാപ്പർ വേടന്റെ പാട്ട് എന്തിന് ഉൾക്കൊള്ളിക്കണം? അദ്ദേഹം സമൂഹത്തിന് നൽകിയ സംഭാവന എന്താണ്? മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, കഞ്ചാവ് വലിക്കാർക്കും മോഷ്ടാക്കൾക്കും ഒക്കെ ഏത് സമയത്തും എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ജാതി കാർഡ് നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കാവുന്ന വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രമായി മാറുകയല്ലേ? 3 ചോദ്യങ്ങൾ ജയസൂര്യൻ സർ. ഞാൻ രാമനിൽ വിശ്വസിക്കുന്നില്ല, രാവണനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ രാവണനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതായത്, ഞാൻ രാവണ രാജ്യത്താണ് ജീവിക്കുന്നത്, രാവണ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ എൻ്റെ പാട്ടുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പിണറായി വിജയൻ രാവണനാണ്, ആ രാവണ രാജ്യത്ത് ഞാൻ രാവണന്റെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു കവിയാണ്, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയാണ്, പാട്ടുകാരനാണ് എന്നുള്ള സ്വയം പ്രഖ്യാപനമാണ് വേടൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. വേടന് അങ്ങനെ ചിന്തിക്കാനുള്ള അവകാശം രാമരാജ്യത്തുണ്ട്. അതാണ്, രാവണനെയും വേടനെയും ഒക്കെ ഉൾക്കൊള്ളാൻ രാമന് മാത്രമേ കഴിയൂ. നമുക്കറിയാമല്ലോ, രാമൻ ഭരിച്ചിരുന്ന കാലത്തും ദശരഥൻ ഭരിച്ചിരുന്ന കാലത്തും അവിടെ സ്വന്തം രാജ്യത്തിനെതിരായിട്ട് പോലും ചിന്തിക്കുകയും ധർമ്മത്തിനെതിരായി ചിന്തിക്കുകയും ചെയ്തിരുന്ന ആൾക്കാരെ പോലും മഹർഷിമാർ, മുനിമാർ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് വേടൻ ഇത്ര സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നുവെങ്കിൽ വേടൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ഭാരതത്തിലായതുകൊണ്ട്, കേരളത്തിലായതുകൊണ്ട് വേടന് ജീവനോടെ സംസാരിക്കാൻ സാധിക്കുന്നു. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തായിരുന്നു എന്നിരിക്കട്ടെ, ഇതൊരു മുസ്ലിം രാജ്യത്തായിരുന്നു ഇരിക്കട്ടെ, അവിടെ എവിടെയായാലും ആയിരുന്നെങ്കിൽ വേടന്റെ പൊടി പോലും കാണുമായിരുന്നില്ല. കാരണം ഭരണകൂടത്തിനെതിരെ, സംസ്കാരത്തിനെതിരെ, ധാർമ്മികതയ്ക്കെതിരെ, സാമൂഹിക നീതിക്കെതിരെ, നിയമത്തിനെതിരെ ഒക്കെ സംസാരിക്കുന്ന ഒരാളെ ഭരണകൂടം ഇല്ലായ്മ ചെയ്യുമായിരുന്നു. ഇവിടെ ആയതുകൊണ്ട് വിശാല ജനാധിപത്യവും മതേതരത്വവും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് വേടൻ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്, പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവിടെ രാവണനാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. അതായത്, പിണറായി വിജയൻ എന്ന രാവണൻ രാജ്യം ഭരിക്കുമ്പോൾ അവിടെ പാഠപുസ്തകത്തിൽ വേടനെ ഉൾപ്പെടുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനിയിപ്പോൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ ഒരിക്കലും സൂചിയിൽ നൂല് കോർക്കുന്നത് വെറുതെ ഒന്ന് നൂല് കോർത്ത് രസിക്കാൻ വേണ്ടിയല്ലല്ലോ. സൂചിയിൽ നൂല് കോർത്താൽ അതിന്റെ അർത്ഥം തയ്ക്കാൻ ഒരുങ്ങുന്നു, തുന്നാൻ ഒരുങ്ങുന്നു എന്നാണ്. ഇനിയിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ട് വരുന്നത് വേടനായിരിക്കും. അതിന് എന്തെങ്കിലും നിയമ തടസ്സം ഉണ്ടെങ്കിൽ 140 MLA-മാരും കൂടി നിയമസഭയിൽ നിയമം പാസാക്കി വേടൻ 10ാം ക്ലാസ് തോറ്റതാണെങ്കിലും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആകാനുള്ള നിയമം 140 MLA-മാരും കൂടി നിയമസഭയിൽ പാസ്സാകും. അപ്പോ വേടൻ അധികം വൈകാതെ തന്നെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഒക്കെ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് സാമൂഹിക അന്തരീക്ഷം. ഞാൻ ഇതേക്കുറിച്ച് തന്നെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. വേടന് സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകും, വേടന് നോബൽ പ്രൈസിന് കഞ്ചാവിൽ കൂടി ലോകസമാധാനം എന്നുള്ള ലക്ഷ്യം വെച്ച വേടന് നൊബൽ പ്രൈസ് കൊടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് സ്വീഡിഷ് അക്കാദമിക്ക് ശുപാർശ കത്ത് കൊടുക്കും. പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരം വേടന് കൊടുക്കും. അങ്ങനെ അവസാനം
ഭാരതരത്നം കൊടുക്കണമെന്ന് 140 MLA-മാരും കൂടി നിയമസഭയിൽ പ്രമേയം പാസാക്കും. അങ്ങനെ വേടനെ കേരളത്തിന്റെ ഭാരതത്തിന്റെ പറ്റില്ല, അതുകൊണ്ട് കേരളത്തിന്റെ ദേശീയ കവിയായി പ്രഖ്യാപിക്കുകയും ബ്രാൻഡ് അംബാസഡർ ആക്കുകയും ചെയ്യും. എന്നിട്ട് ഇതേപോലെ സംസ്കാരമുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വേടനെ പ്രതിനിധി സംഘത്തിൽ അയക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വേടന്റെ ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ്. കാരണം രാവണനാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ അത് ഭംഗ്യന്തരേണ വേടൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. മൂന്നാമത്തെ ചോദ്യം ഒന്നുകൂടി ചോദിക്കാമോ? മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം കൃഷ്ണകുമാറിന്റെ മകളുടെ ഒരു വിഷയമൊക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ പിടിക്കപ്പെട്ട ആ 3 പെൺകുട്ടികൾ ജാതിക്കാടാണ് എടുത്തു വീശിയത്. അവിടെ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് പോലും ഒരല്പം ആശയക്കുഴപ്പം തോന്നിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. കാരണം സത്യം എന്താണെന്ന് അറിയാം, പക്ഷേ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്നിടത്ത് കുറ്റപ്പെടുത്തിയ ഒരു വാർത്ത നൽകിക്കൂടെ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പം ABC മലയാളത്തിന് ഉൾപ്പെടെ ഉണ്ടായിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, അത്രയ്ക്കുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ജാതിക്കാട് ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ്. അപ്പോൾ ഈ വേടന്, അതായത് കഞ്ചാവ് വലിക്കുന്നവർക്കും മോഷ്ടാക്കൾക്കുമൊക്കെ ഏത് സമയത്തും ഉപയോഗിക്കാവുന്ന ഒരു ടൂളായി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തന്ത്രമായി ഈ ജാതിക്കാട് മാറുന്നില്ലേ? ജാതിക്കാട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ജാതിക്കാടിനേക്കാൾ ശക്തമാണ് മതക്കാട്. മതക്കാട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ന്യൂനപക്ഷ മതക്കാട്. ന്യൂനപക്ഷ മതക്കാട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇസ്ലാം കാട് എന്ന് തന്നെ പറയണം. അതായത് കേരളത്തിൽ തീവണ്ടിക്കകത്ത് മണ്ണെണ്ണ ഒഴിച്ച് ആൾക്കാരെ കത്തിച്ചു കൊന്ന ഒരു കേസ്, ആ കേസ് വളരെ വ്യക്തമായി ഇപ്പോൾ ശിക്ഷയിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നു. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ആ വാർത്തയെ തൊടാൻ പോലും ധൈര്യപ്പെട്ടില്ല. ആസൂത്രിതമായിട്ട് മുക്കി. ആകപ്പാടെ ജനം ചാനലും ന്യൂസ് 18 ചാനലുമാണ് മുഖ്യധാരയിൽ നിന്ന് അതിനെ പിന്തുണച്ചത്. ഒറ്റ കാരണമേ ഉള്ളൂ, പ്രതി മുസ്ലിം ആയിരുന്നു. അദ്ദേഹം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ, എനിക്ക് എന്റെ മതവിശ്വാസം ശരിയായി അനുഷ്ഠിക്കണമെങ്കിൽ അവിശ്വാസികളെ കൊല്ലണം, അവിശ്വാസികളെ കൊന്നാൽ മാത്രമേ എനിക്ക് ദൈവരാജ്യത്ത് സ്വർഗരാജ്യത്ത് എത്താൻ പറ്റുള്ളൂ എന്ന് കോടതിക്ക് മുമ്പാകെ അദ്ദേഹം സമ്മതിച്ചു. ഈ വസ്തുതകൾ കോടതി എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിധി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പത്രത്തിലോ ചാനലിലോ കൊടുക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് കേരളത്തിലെ ഒരു മീഡിയയും ഇത് സംസാരിക്കാൻ പോലും തയ്യാറായില്ല, പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ജാതിക്കാടല്ല, മതക്കാട് കുറെ കൂടെ ശക്തമാണ്. അപ്പോൾ ജാതിക്കാട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമ സൃഷ്ടിയാണ്. നമ്മൾ പറയേണ്ടത് ജാതിക്കാടെന്ന് മാത്രമല്ല. പിന്നെ എന്ത് വൃത്തികേട് കാണിച്ചാലും എന്റെ ജാതിയെയും മുസ്ലിമിനെയും കയറി പിടിച്ചാൽ അവർ രക്ഷിച്ചോളും എന്ന് പറയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം കേരളത്തിലെ രാഷ്ട്രീയക്കാരാണ് ഉണ്ടാക്കിയത്. അതായത് LDF-ഉം UDF-ഉമാണ് ഉണ്ടാക്കിയത്. ഒപ്പം തന്നെ മാധ്യമങ്ങളും ബുദ്ധിജീവികളും എല്ലാം അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വേടൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് രാവണന്റെ രാജ്യത്ത് ആണ് ജീവിക്കുന്നതെന്നും പിണറായി വിജയൻ രാവണനാണ്, ഇപ്പോഴത്തെ ഭരണം രാവണ ഭരണമാണ് എന്നും. ഏതായാലും വളരെ വ്യക്തമായി നിലപാട് പ്രഖ്യാപിച്ചതിൽ വേടനെ ഞാനും അഭിനന്ദിക്കുന്നു. രാവണനോടൊപ്പം രാവണന്റെ രാജ്യത്ത് ജീവിക്കാൻ വേടന് അനുമതിയുണ്ട് എന്ന് മാത്രമല്ല അംഗീകാരവുമുണ്ട്. അതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ആ പ്രദേശം ഉൾക്കൊള്ളുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇത് BA അതായത് ഡിഗ്രി സാഹിത്യത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ കുറെ വോട്ട് കിട്ടും. അതുകൊണ്ട് അടുത്ത നിയമസഭാ ഇലക്ഷനോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനോ തൊട്ട് മുമ്പ് വേടന്റെ പുസ്തകം പഠിക്കാൻ പ്രഖ്യാപിക്കും. എല്ലാ യൂണിവേഴ്സിറ്റികളിലും പാഠപുസ്തകമായി മാറും. അതുകൊണ്ട് ഇതൊക്കെ നഗ്നമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി യൂണിവേഴ്സിറ്റിയെയും സാഹിത്യത്തെയും വിദ്യാഭ്യാസ സംവിധാനത്തെയും അപ്പാടെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഇത് പണ്ട് ഹിരണ്യകശിപുവിന്റെ രാജ്യത്തും ഇങ്ങനെയായി. ഹിരണ്യകശിപുവിന്റെ രാജ്യത്ത് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രീതി, നാരായണായ എന്ന് വിളിക്കാൻ പാടില്ല, ഹിരണ്യായ നമ എന്ന് പറയണമായിരുന്നു. അപ്പൊ ആ ഹിരണ്യായ നമയാണ് ഇപ്പോൾ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൂടെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഹിരണ്യകശിപുവും ഒപ്പം തന്നെ രാവണനും ഭരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു.
അതാണ്. പക്ഷെ തുടക്കത്തിൽ ജയസൂര്യൻ സാറ് സൂചിപ്പിച്ചതുപോലെ ഭാരതം ഭരിക്കുന്നത് രാമനാണ്. ആ രാമൻ ഭരിക്കുന്ന ഭാരതത്തിൽ ഒരു നാട്ടുരാജ്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കേരളത്തെ വിശേഷിപ്പിക്കാം. ആ നാട്ടുരാജ്യത്തിൽ രാവണൻ ഭരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വേടനെ പോലെയുള്ളവർ വളരുന്നു എന്ന് വേണം കരുതാൻ. ഇത്തരക്കാർ നൽകുന്ന സോഷ്യൽ മെസ്സേജ് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ നമ്മൾ ആശങ്കയോടെ കാണേണ്ടതുണ്ട്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.